അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ്, ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷന് SA 230 ആണ്. അപ്പം ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ എന്താണ് ഡെഫിനിഷൻ എന്ന് പറയും, എന്താണ് ഒബ്ജക്റ്റീവ്സ്, അതുപോലെ പർപ്പസ്, പിന്നെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പിന്നെ അതുപോലെ എത്ര കാലം കീപ്പ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻസ് ഉള്ളത്, ഓണർഷിപ്പ് ആരുടെയാണ്, അസംബ്ലി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അപ്പം ഒന്നാമത്തത് ഡെഫിനിഷൻ. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്താണ്? ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഒരു റെക്കോർഡാണ്. നമ്മൾ ഓഡിറ്റർ നമ്മൾ എന്ത് ചെയ്തു, എന്ത് കിട്ടി, എന്തിലേക്ക് നമ്മൾ എത്തി, എന്തിലേക്ക് വന്നു, ഇതിൻ്റെ ഒരു റെക്കോർഡാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ റെഫേഴ്സ് ടു ദ റെക്കോർഡ് ഓഫ് എന്താ നമ്മൾ ചെയ്യുക, റെക്കോർഡ് ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്. എന്താ നമുക്ക് കിട്ടുക? ഓഡിറ്റ് എവിഡൻസ് ആണ് ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുക. അപ്പം റെലവൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ് ആൻഡ് നമ്മൾ എന്തിലേക്ക് എത്തിച്ചേരുക, കൺക്ലൂഷൻസ് ദി ഓഡിറ്റർ റീച്ച്ഡ്. ഇതിൻ്റെ ഒരു റെക്കോർഡാണ്, ഈ 3 കാര്യങ്ങളുടെ റെക്കോർഡാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഇസ് ദ റെക്കോർഡ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്, റെലവൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ് ആൻഡ് ദി കൺക്ലൂഷൻസ് ദി ഓഡിറ്റർ റീച്ച്ഡ്. നമുക്ക് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ വർക്ക് പേപ്പേഴ്സ് എന്നൊക്കെ ഇതിനെ പറയാം. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ. SA 230 പ്രകാരം ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് എന്താണ്? 2 ഒബ്ജക്റ്റീവാണുള്ളത്. ഒരു മെയിനായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യലാണ്. 2 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യലാണ് ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ്. ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ ഈസ് ടു പ്രിപ്പയർ ഡോക്യുമെൻറ്റേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് എന്തൊക്കെ 2 കാര്യങ്ങളാണ്? സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് റെക്കോർഡ് ഓഫ് ദി ബേസിസ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിലോട്ട് എത്തുമല്ലോ, അതിലോട്ട് എത്തിയതിൻ്റെ ഒരു ബേസിസ് എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത് എന്നുള്ളതിൻ്റെ റെക്കോർഡ്. അപ്പം അതാണ് ഡോക്യുമെൻറ്റേഷനിൽ വരുന്നത്. സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് റെക്കോർഡ് ഓഫ് ദി ബേസിസ് ഫോർ ദി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. രണ്ടാമത് എന്താണ് പറയുന്നത്? ഒരു എവിഡൻസ് ആണ്. ഇത് പ്രൊവൈഡ്സ് എവിഡൻസ് ദാറ്റ് ദി ഓഡിറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങും അപ്ലിക്കബിൾ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. ഇപ്പം SA അതുപോലെ തന്നെ നിയമപരമായിട്ടും റെഗുലേറ്ററി ആയിട്ടുള്ള ഇതുകളൊക്കെ വെച്ചിട്ട് ആണ് ഓഡിറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ എവിഡൻസ്. കാരണം ഇതൊക്കെ കൊടുത്താൽ മനസ്സിലാവും, ഓക്കെ SA ഒക്കെ പ്രകാരമാണ്, SA ഇൻ അക്കോർഡൻസ് വിത്ത് SA ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓഡിറ്റ് പെർഫോം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. മെയിനായിട്ട് ഇങ്ങനെയാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യലാണ് ദാറ്റ് പ്രൊവൈഡ്സ് 2 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ. സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് റെക്കോർഡ് ഫോർ ദ ബേസിസ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും. നെക്സ്റ്റ് പ്രൊവൈഡ്സ് that the audit was planned and performed in accordance with SAസും other legal and regulatory requirements-ഉം. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നേച്ചർ ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷന്. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ നേച്ചർ എന്താണെന്നുള്ളത്. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് ദി ബേസ് ഓഫ് കൺക്ലൂഷൻ അബൌട്ട് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ. സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് 2 എവിഡൻസാണ്. നേച്ചർ ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു തെളിവാണ്, 2 കാര്യങ്ങളുടെ തെളിവാണ്. ഒന്നാമത്തെ എന്താണ്? കൺക്ലൂഷനിലോട്ട് എത്തിയതിൻ്റെ ബേസിസ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ഓഫ് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ. ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. ഓക്കെ, എന്തൊക്കെയാണ് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ? അത് നമ്മൾ ചാപ്റ്റർ 1 പഠിച്ചു. ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് ബ്ലാ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ടു റിപ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ അച്ചീവ് ചെയ്തിട്ട്, അതായത് ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എവിഡൻസുമാണ്. അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ്, എന്ത് ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ്, ഒബ്ജക്റ്റീവ്സ് ആസ് പെർ SA 230 പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ്, എവിഡൻസ് ദാറ്റ് ദി ഓഡിറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് SA ആൻഡ് അപ്ലിക്കബിൾ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നേച്ചറിലും ഈ ഒബ്ജക്റ്റീവ്സിലും ഈ പോയിൻ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ എന്താണ് നേച്ചറിൽ വരുന്നത്? 2 എവിഡൻസ് ആണ്. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ പ്രൊവൈഡ്സ് 2 എവിഡൻസ്. എന്തൊക്കെയാണ്? എവിഡൻസ് ഫോർ ദ ബേസിസ് ഓഫ് കൺക്ലൂഷൻ അബൌട്ട് ദി achievement of overall objective of the auditor, evidence that the audit was planned and performed in accordance with standards on auditing and applicable legal and regulatory frameworks. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളുടെ റെക്കോർഡാണ്. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ റെഫേഴ്സ് ടു ദ റെക്കോർഡ് ഓഫ് 3 കാര്യങ്ങൾ. record of audit procedures performed, relevant audit evidence obtained, and the conclusions auditor reached. പിന്നെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു പ്രിപ്പയർ ഡോക്യുമെൻറ്റേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് 2 കാര്യങ്ങൾ. എന്താണ്? സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് റെക്കോർഡ് ഓഫ് ദ ബേസിസ് ഫോർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും, അതുപോലെ തന്നെ എന്താണ്? പ്രൊവൈഡ്സ് എവിഡൻസ് ദാറ്റ് ഓഡിറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് SA ആൻഡ് അപ്ലിക്കബിൾ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. പിന്നെ നേച്ചർ ഓഫ് ദി ഡോക്യുമെൻറ്റേഷനിൽ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേച്ചർ എന്ന് പറയുമ്പോൾ 2 എവിഡൻസ് ആണ്. ഒന്ന് എന്താണ്? എവിഡൻസ് ഓഡിറ്റേഴ്സ് ബേസിസ് ഫോർ ദി കൺക്ലൂഷൻ ഓഫ് ദി ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, എവിഡൻസ് ദാറ്റ് ദി ഓഡിറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് SAs ആൻഡ് എന്താണ്? SA ആൻഡ് അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പേർപ്പസ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ആണ്. അപ്പം ഇനി പേർപ്പസിൽ നമുക്ക് പഠിക്കാനുള്ളത് 6 പോയിൻറ്റ്സ് ആണ്. ഒന്നാമത്തത് പ്ലാൻ ആൻഡ് പെർഫോം ദി ഓഡിറ്റ്. എൻഗേജ്മെൻറ്റ് ടീമിനെ, അതായത് ആ ഒരു ഓഡിറ്റിംഗ് ടീമിനെ അസിസ്റ്റിംഗ് ദി എൻഗേജ്മെൻറ്റ് ടീം ടു പ്ലാൻ ആൻഡ് പെർഫോം ദി ഓഡിറ്റ്. ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്? പർപ്പസാണ് നമ്മൾ പഠിക്കുന്നത്. പർപ്പസിൽ പ്ലാൻ ആൻഡ് പെർഫോം ദി ഓഡിറ്റ്. പ്ലാൻ ചെയ്യാനും പെർഫോം ചെയ്യാനും, അതായത് ഓഡിറ്റ് ചെയ്യാനും അതിൻ്റെ പ്ലാനിങ്ങിനൊക്കെ സഹായിക്കുന്നുണ്ട് എൻഗേജ്മെൻറ്റ് ടീമിനെ. അതുമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ നടത്തിയാൽ, ഇപ്പോൾ ഡോക്യുമെൻറ്റേഷന് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോക്കിയാൽ നമുക്ക് ഈ വർഷത്തത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് 4th പോയിൻറ്റ്. റീറ്റെയിനിങ് എ റെക്കോർഡ് ഓഫ് മാറ്റേഴ്സ് ഓഫ് കണ്ടിന്യൂയിങ് സിഗ്നിഫിക്കൻസ് ടു ഫ്യൂച്ചർ ഓഡിറ്റ്സ്. അതായത് ഫ്യൂച്ചർ റെഫറൻസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. ഫ്യൂച്ചർ റെഫറൻസ് ആണ് 4ാമത്തെ പോയിൻ്റ് വരുന്നത്. പിന്നെ സെക്കൻഡ്, അത് പർപ്പസിൽ പെടുന്ന ഞാനൊരു കണക്ട് ചെയ്ത് പറയുന്നുള്ളൂ, കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് പോയിൻ്റ് എന്താണ്? അസിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് എൻഗേജ്മെൻറ്റ് ടീം ടു ഡയറക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ദ ഓഡിറ്റ് വർക്ക് ആൻഡ് ടു ഡിസ്ചാർജ് ദെയർ റിവ്യൂ റെസ്പോൺസിബിലിറ്റീസ്. ഡയറക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ദ ടീം മെമ്പേഴ്സ്. എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ് പറഞ്ഞാൽ മതി. ഒന്നാമത്തെ എന്താണ്? പ്ലാൻ ആൻഡ് പെർഫോം ദി ഓഡിറ്റ്. സെക്കൻഡ് വൺ, ഡയറക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ദി എൻഗേജ്മെൻറ്റ് ടീം. തേർഡ് പോയിൻ്റ് വരുന്നത് എന്താണ്? എനേബിളിംഗ് ദ എൻഗേജ്മെൻറ്റ് ടീം ടു ബി അക്കൗണ്ടബിൾ ഫോർ ഇറ്റ്സ് വർക്ക്. ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നറിയും. അപ്പോൾ എന്താണ്? ഓരോരുത്തർക്കും റെസ്പോൺസിബിളാണ് അവരുടെ ഇതിന്. അപ്പോൾ എനേബിളിംഗ് ദ എൻഗേജ്മെൻറ്റ് ടീം ടു ബി അക്കൗണ്ടബിൾ ഫോർ ഇറ്റ്സ് വർക്ക്. അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. enabling the engagement team to be accountable for its work. 4th point നമ്മൾ പറഞ്ഞു, ഫ്യൂച്ചർ റെഫറൻസിന്. അപ്പോൾ ഒന്നാമത്തെ എന്തായിരുന്നു? പ്ലാൻ ആൻഡ് പെർഫോം ദി ഓഡിറ്റ്. നെക്സ്റ്റ്, ഡയറക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ദ ടീം. ഫിക്സ് അക്കൗണ്ടബിലിറ്റി, ഫ്യൂച്ചർ റെഫറൻസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എനേബിളിംഗ് ദ കണ്ടക്ട് ഓഫ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂസ് ആൻഡ് ഇൻസ്പെക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് XQC1. ക്വാളിറ്റി റിവ്യൂ ചെയ്യാൻ XQC1 in accordance with XQC1 to review the quality. ഇങ്ങനെ പറഞ്ഞാൽ മതി. enabling the conduct of quality control reviews and inspection in accordance with XQC1. അതൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ in accordance with XQC1. സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ ആണ് XQC എന്ന് പറയുമ്പോൾ. 6th പോയിൻ്റ് എന്താണ്? External inspection, enabling the conduct of external inspection in accordance with applicable legal and regulatory other requirements. അതായത് SEBI ഒക്കെ. അപ്പം 6 പോയിൻറ്റ്സാണ് പേർപ്പസിൽ വരുന്നത്. പ്ലാനിങ് ആൻഡ് പെർഫോമിംഗ് ഓഡിറ്റ്, ഡയറക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ദ ടീം, ഫിക്സ് അക്കൗണ്ടബിലിറ്റി, ഫ്യൂച്ചർ റെഫറൻസ്, ക്വാളിറ്റി റിവ്യൂ, conduct of quality control review XQC1, conduct of external inspection in accordance with applicable legal, regulatory and other requirements. അപ്പം ഈ 6 പോയിൻറ്റ്സാണ് ഇതിലുള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് ഡെഫിനിഷൻ,
ദെൻ ഒബ്ജക്റ്റീവ്സ്, ദെൻ നേച്ചർ, പിന്നെ പേർപ്പസ്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം പറയാം. ഈ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ക്യാൻ ബി എന്തൊക്കെ ഫോമിലാവാം. പേപ്പർ ഫോം ആവാം, ഇലക്ട്രോണിക് ഫോം ആവാം, ഓർ എനി അതർ മീഡിയം. കാരണം പണ്ടൊക്കെയാണ് പേപ്പറിലായിട്ടുണ്ടാവുക, ഇപ്പം പേപ്പറാവാം, ഇലക്ട്രോണിക് ആവാം, എനി അതർ മീഡിയം. ഓക്കെ. പിന്നെ അതുപോലെ ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മാർക്ക് ഓൺ ക്വാളിറ്റി കൺട്രോൾ ഓഫ് എ ഫേം. അതായത് ഡോക്യുമെൻറ്റേഷൻ മസ്റ്റാണ്, മാൻഡേറ്ററി ആണ്. അത് ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ SQC പ്രകാരം, സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ പ്രകാരം എല്ലാ ഓഡിറ്റ് ഫേമും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം വർക്കിന്. അപ്പോൾ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഇല്ലെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, ഇപ്പോൾ നമ്മൾ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് മാർക്കാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു വീക്ക്നെസ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ ഫോം കണ്ടൻറ്റ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ്. അതായത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോം കണ്ടൻറ്റ് ആൻഡ് എക്സ്റ്റെൻറ്റ്. അതായത് എത്രത്തോളം, അതായത് ഡോക്യുമെൻറ്റേഷൻ്റെ ഫോം, ഡോക്യുമെൻറ്റേഷൻ്റെ കണ്ടൻറ്റ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ എക്സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഇതൊക്കെ ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 7 കാര്യങ്ങളാണ് അതിലുള്ളത്. എന്തൊക്കെയാണ്? സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദി എൻറ്റിറ്റി. വലിയ ഫേംസ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാവും. കോംപ്ലെക്സ് ആണെന്നുണ്ടെങ്കിലും ഒത്തിരി ഉണ്ടാവും, അല്ലെങ്കിൽ കുറവായിരിക്കും. സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദി എൻറ്റിറ്റി. പിന്നെ നേച്ചർ ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോം. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വെരി സിമ്പിൾ ആൻഡ് ഈസി പ്രൊസീജിയേഴ്സാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി, ദെൻ നേച്ചർ ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ്, പിന്നെ ഐഡൻറ്റിഫൈഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഒത്തിരി തെറ്റുകൾ വരാനുള്ള സാധ്യത അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒത്തിരി റിസ്ക്കുകൾ, ഒത്തിരി തെറ്റുകൾക്ക് ചാൻസ് ഉണ്ട് കണ്ടാൽ നമ്മൾ ഒരുപാട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യും, ഒരുപാട് ഓഡിറ്റ് എവിഡൻസുകൾ കളക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി, നേച്ചർ ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് to be performed, identified risk of material misstatements, significance of the audit evidence obtained. പറഞ്ഞത് തന്നെ എന്ത്, നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ്, അത് റിലയബിൾ ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കുറച്ചും കൂടെ നമുക്ക് അതിനെ വീണ്ടും ഫെർദർ ചെക്കിംഗ് ഒക്കെ നടത്തണമെങ്കിൽ അത്രയും ഡോക്യുമെൻറ്റേഷൻ കൂടും. അപ്പോൾ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ്. പിന്നെ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് എക്സെപ്ഷൻസ് ഐഡൻറ്റിഫൈഡ്. എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറൻസ്. ഇപ്പോൾ ലെഡ്ജറിലും ആക്ച്വൽ ഫിഗറും ഒക്കെ ഉള്ളത് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെക്കിങ് നടത്തേണ്ടി വരും. ഇപ്പോൾ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദി നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദി എക്സെപ്ഷൻസ് ഐഡൻറ്റിഫൈഡ്. പിന്നെ നീഡ് ടു ഡോക്യുമെൻ്റ് എ കൺക്ലൂഷൻ ഓർ ബേസിസ് ഫോർ എ കൺക്ലൂഷൻ നോട്ട് റെഡിലി determinable from the documentation of the work performed or audit evidence obtained. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നീഡ് ടു ഡോക്യുമെൻ്റ് ആവശ്യമുള്ളത്, അതായത് ചില കാര്യങ്ങൾ ഡോക്യുമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഡോക്യുമെൻറ്റ് ചെയ്യണം. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ വലിപ്പം കൂടും, ഡോക്യുമെൻറ്റേഷൻ കുറച്ചുകൂടെ വലുതാവും. അങ്ങനെ ദ ഓഡിറ്റ് മെത്തഡോളജി ആൻഡ് ടൂൾസ് ആൻഡ് മെത്തഡോളജീസ്. അപ്പം 7 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നെന്താണ്, സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദി എൻറ്റിറ്റി, ദെൻ നേച്ചർ ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്, ഐഡൻറ്റിഫൈഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ്, പിന്നെ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് എക്സെപ്ഷൻസ് ഐഡൻറ്റിഫൈഡ്, നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് എക്സെപ്ഷൻസ് ഐഡൻറ്റിഫൈഡ്, പിന്നെ നീഡ് ടു ഡോക്യുമെൻറ്റ്, ദെൻ മെത്തഡോളജീസ് ആൻഡ് ടൂൾസ് യൂസ്ഡ്. അപ്പം ഈ 7 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതൊന്നും മറക്കരുത്. മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറയണം. ഓഡിറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, അനാലിസിസ്, ഇഷ്യൂസ് മെമ്മറാണ്ട, സമ്മറീസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്, letter of confirmation and representation, checklists, correspondence including email concerning significant matters. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓഡിറ്റ് പ്രോഗ്രാംസ്, അനാലിസിസ്, ഇഷ്യൂസ് മെമ്മറാണ്ട, സമ്മറീസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്, അതുപോലെ സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സിനെ കൺസേൺ ചെയ്യുന്ന കറസ്പോണ്ടൻസ്, ലെറ്റർ ഓഫ് കൺഫർമേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ, ചെക്ക് ലിസ്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം.
സോ നെക്സ്റ്റ് പറയുന്നത് ഓഡിറ്റ് ഫയലാണ്. ഓഡിറ്റ് ഫയൽ എന്ന് പറയുമ്പോൾ എന്താ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു കമ്പനിയുടെ ഒരൊറ്റ ഓഡിറ്റിൻ്റെ ഒന്നോ അതിൽ കൂടുതലോ ഉള്ള ഫോൾഡേഴ്സിനെയാണ് നമ്മൾ ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ വർക്കും ആണ് ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതൊക്കെ. ഇപ്പോൾ 1 or more ഫോൾഡേഴ്സ് ഓർ അതർ സ്റ്റോറേജ് മീഡിയ, ഫിസിക്കൽ ഫോമിലാവാം ഇലക്ട്രോണിക് ഫോമിലാവാം, എന്തിൻ്റെ റെക്കോർഡാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഫോർ എ സ്പെസിഫിക് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒന്നോ അതിലോ കൂടുതലോ ആയിട്ടുള്ള ഫോൾഡേഴ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോൾഡർ തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും സ്റ്റോറേജ് മീഡിയ ആവാം, ഇൻ ഫിസിക്കൽ ഓർ ഇലക്ട്രോണിക് ഫോം ദറ്റ് കംപ്രൈസസ് ദ റെക്കോർഡ് ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയർ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഫോർ എ സ്പെസിഫിക് എൻഗേജ്മെൻറ്റ്. അതാണ് ഓഡിറ്റ് ഫയൽ. ഓക്കെ, നെക്സ്റ്റ് അസംബ്ലി ഓഫ് ദി ഫൈനൽ ഓഡിറ്റ് ഫയൽ. ഓഡിറ്റ് ഫയൽ എപ്പോഴാണ് അസംബിൾ ചെയ്യേണ്ടത്? ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്ത ഉടനെ തന്നെ. അതാണ് ടൈംലി ബേസിസ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. 3rd ലൈൻ കണ്ടോ, എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഓഫ് അസംബ്ലിങ് ദ ഫൈനൽ ഓഡിറ്റ് ഫയൽ ഓൺ എ ടൈംലി ബേസിസ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇൻ കേസ് അത് പറ്റുന്നില്ലെങ്കിൽ 60 ഡേയ്സിൽ കൂടാതെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ആ സെക്കൻഡ് പോയിന്റ്. an appropriate time limit within which to complete the assembly of the final audit file is ordinarily not more than 60 days after the date of auditor's report. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം ചെയ്യണം. പെട്ടെന്ന് തന്നെ ചെയ്യണം, ടൈംലി ബേസിസിൽ തന്നെ ചെയ്യണം. പക്ഷേ എന്താണ്, പറ്റുന്നില്ലെങ്കിൽ വിത്തിൻ മാക്സിമം 60 ഡേയ്സ് ഓഫ് കംപ്ലീഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൺലി അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഈ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അസംബ്ലിയുടെ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതൊക്കെ ഒന്ന് അടുക്കി വെക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ. പുതിയ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല, പുതിയ കൺക്ലൂഷൻസിലോട്ടൊന്നും എത്താനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ദ കംപ്ലീഷൻ ഓഫ് അസംബ്ലി ഓഫ് ഫൈനൽ ഓഡിറ്റ് ഫയൽ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ പെർഫോമൻസ് ഓഫ് ന്യൂ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഓർ ദി ഡ്രോയിങ് ഓഫ് ദി ന്യൂ കൺക്ലൂഷൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്. പുതിയ കൺക്ലൂഷൻസിലോട്ടൊന്നും എത്താൻ പറ്റില്ല, പുതിയ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് ജസ്റ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. ഓക്കെ, അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഓൺ എ ടൈംലി ബേസിസ് വിത്തിൻ എ മാക്സിമം ഓഫ് 60 ഡേയ്സ് ഓർ നോട്ട് മോർ ദാൻ 60 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം. നോട്ട് മോർ ദാൻ 60 ഡേയ്സ് ആഫ്റ്റർ ദി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആട്ടോ. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ കഴിഞ്ഞിട്ടുള്ള 60 ഡേയ്സാണ് പറയുന്നത്. പിന്നെ ചില ചേഞ്ചസ് വരുത്താൻ പറ്റും. ചേഞ്ചസ് മേ ബി എന്താണ് പോസിബിളാണ്, എന്തൊക്കെയാണ്, എങ്ങനെ നമ്മൾ ഇപ്പം ഡിലീറ്റിംഗ് ഓർ ഡിസ്കാർഡിങ് സൂപ്പർസീഡഡ് ഡോക്യുമെൻറ്റേഷൻ. അതായത് ഓൾറെഡി ഉള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുക. പിന്നെ സോർട്ട് ചെയ്യുക, കൊളാറ്റിംഗ് ആൻഡ് ക്രോസ് റെഫറിങ് വർക്കിംഗ് പേപ്പേഴ്സ്. പിന്നെ സൈനിങ് ഓഫ് കംപ്ലീഷൻ ചെക്ക് ലിസ്റ്റ് റിലേറ്റിംഗ് ടു ദ ഫയൽ അസംബ്ലി പ്രോസസ്. പിന്നെ ഡോക്യുമെൻറ്റിംഗ് ഓഡിറ്റ് എവിഡൻസ് ദാറ്റ് ദി ഓഡിറ്റർ ഹാസ് ഒബ്റ്റെയിൻഡ്, ഡിസ്കസ്ഡ് ആൻഡ് അഗ്രീഡ് വിത്ത് ദി റെലവൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി എൻഗേജ്മെൻറ്റ് ടീം ബിഫോർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ മുമ്പ് നമ്മൾ ചില നമ്മൾക്ക് ചില ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടുണ്ടാകും. അത് ഇപ്പോൾ വേണമെങ്കിൽ ഡോക്യുമെൻറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ പെൻഡിങ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിതിന് മുമ്പ് തന്നെ കിട്ടിയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ മുമ്പ് തന്നെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ റെലവൻറ്റ് മെമ്പേഴ്സുമായി ഡിസ്കസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവരുമായി അഗ്രി ചെയ്തിട്ടുള്ള കുറച്ച് ഓഡിറ്റ് എവിഡൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡോക്യുമെൻറ്റ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഡിലീറ്റിംഗ് ഓർ ഡിസ്കാർഡിങ് സൂപ്പർസീഡഡ് ഡോക്യുമെൻറ്റേഷൻ, സോർട്ടിംഗ്, കൊളാറ്റിംഗ് ആൻഡ് ക്രോസ് റെഫറിങ്, സൈനിങ് ഓഫ്, പിന്നെ ഡോക്യുമെൻറ്റിംഗ് ഓഡിറ്റ് എവിഡൻസ് ദാറ്റ് ഹാസ് ഓൾറെഡി ഒബ്റ്റെയിൻഡ്, ഡിസ്കസ്ഡ് ആൻഡ് അഗ്രീഡ്. ഇനി നമ്മൾ പറയുന്നത് ലാസ്റ്റ് 2 പോയിൻറ്റ്സിൽ റിട്ടൻഷൻ പീരീഡ്. അതായത് ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഈ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു ഭാഗം, അതായത് ഫൈനൽ ആഫ്റ്റർ ദ അസംബ്ലി ഓഫ് ദി ഫൈനൽ ഓഡിറ്റ് ഫയൽ ഹാസ് കംപ്ലീറ്റഡ്, ഓഡിറ്റർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാനോ ഡിസ്കാർഡ് ചെയ്യാനോ പറ്റില്ല ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ബിഫോർ ദി എൻഡ് ഓഫ് ഇറ്റ്സ് റിട്ടൻഷൻ പീരീഡ്. റിട്ടൻഷൻ പീരീഡ് എന്താണ്? നോ ഷോർട്ടർ ദാൻ 7 years ഫ്രം ദി ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. റിട്ടൻഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്? 7 years ആണ്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കഴിഞ്ഞിട്ട് 7 years വരെ നമ്മളത് കീപ്പ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ ഡിലീറ്റ് ചെയ്യാനോ ഡിസ്കാർഡ് ചെയ്യാനോ പാടില്ല.
ഈ 2 വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഷാൾ നോട്ട് ഡിലീറ്റ് ഓർ ഡിസ്കാർഡ് ദി ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ബിഫോർ ദി എൻഡ് ഓഫ് ഇറ്റ്സ് റിട്ടൻഷൻ പീരീഡ്. റിട്ടൻഷൻ പീരീഡ് എന്താണ്? നോ ഷോർട്ടർ ദാൻ 7 years ഫ്രം ദി ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡേറ്റ് ഒക്കെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ 60 days ഉള്ളിൽ മാക്സിമം എന്ത് ചെയ്യണം? നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒക്കെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ അകത്തുള്ള ഡേറ്റാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കംപ്ലീഷൻ മെമ്മോറാണ്ടം ഓർ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ സമ്മറി. അതായത് വലിയ വലിയ കമ്പനീസിനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീഷൻ മെമ്മോറാണ്ടം അല്ലെങ്കിൽ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്യും. ഓൺലി ഫോർ ലാർജ് ആൻഡ് കോംപ്ലക്സ് ഓഡിറ്റ് കേട്ടോ. ദ ഓഡിറ്റർ മേ കൺസിഡർ ഇറ്റ് ഹെൽപ്ഫുൾ ടു പ്രിപ്പയർ ആൻഡ് റീറ്റെയിൻ ആസ് എ പാർട്ട് ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എ സമ്മറി. അതായത് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടൊരു സമ്മറി പ്രിപ്പയർ ചെയ്യും. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കംപ്ലീഷൻ മെമ്മോറാണ്ടം. അതെന്താണ്? സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഐഡൻറ്റിഫൈ ഡ്യൂറിങ് ദ ഓഡിറ്റും ഹൗ ദേ വർ അഡ്രസ്ഡും അതാണ് അതിൽ മെയിനായിട്ട് ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഒരു സമ്മറി കംപ്ലീഷൻ മെമ്മോറാണ്ടം, സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഐഡൻറ്റിഫൈ ഡ്യൂറിങ് ദ ഓഡിറ്റ് ആൻഡ് ഹൗ ദേ വർ അഡ്രസ്ഡ്. ഇത് രണ്ടുമാണ് അതിലുണ്ടാവുക. സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സും അതുപോലെ എങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും. അങ്ങനത്തെ ഒരു സമ്മറി എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് റിവ്യൂ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ദി ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ പെർട്ടിക്കുലർലി ഫോർ ലാർജ് ആൻഡ് കോംപ്ലക്സ് ഓഡിറ്റ്. വലിയ ഓഡിറ്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഓഡിറ്റിലൊക്കെ എന്താണ് ഇതൊരു എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ഇതാണ് റിവ്യൂ ചെയ്യാനും ഇൻസ്പെക്റ്റ് ചെയ്യാനും ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. കാരണം സമ്മറി നോക്കിയാൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പം ഇതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. വെരി സിമ്പിളാണ്. നമുക്കറിയാം നമ്മളാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മളാരാ? ഓഡിറ്റേഴ്സ്. അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയാണത്. നമ്മളത് നമ്മളുടെ ഫ്യൂച്ചർ റെഫറൻസിനും പ്ലാൻ ആൻഡ് പെർഫോം ചെയ്യാനും ഡയറക്റ്റ് ആൻഡ് സൂപ്പർവൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ആണല്ലോ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ അങ്ങനത്തെ കുറേ പർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്? നമ്മുടെ പ്രോപ്പർട്ടിയാണ്. അൺലെസ് അതർവൈസ് specified by the law or regulation, audit documentation is the property of the auditor. He may at his discretion make portions of or extract from audit documentation available to the client. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അതിനൊരു ഭാഗമോ അല്ലെങ്കിൽ അതിനൊരു ചെറിയ ഇത് എടുത്തിട്ടൊക്കെ എന്ത് ചെയ്യാം? ക്ലയൻസിന് കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസിനെ അല്ലെങ്കിൽ നമ്മളതിനൊന്നും ബാധിക്കാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ SQC1 പ്രൊവൈഡ്സ് ദാറ്റ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഓഡിറ്റർ. SQC1 പ്രൊവൈഡ്സ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഓഡിറ്റർ. വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ബൈ ലോ റെഗുലേഷൻ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഹി മേ മേക്ക് പോർഷൻ ഓഫ് ഓർ എക്സ്ട്രാക്ട് ഫ്രം ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ അവൈലബിൾ ടു ദ ക്ലയൻറ്റ്സ് സബ്ജക്റ്റ് ടു സം കണ്ടീഷൻസ്. ചില കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചില ഭാഗങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൽ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ഫൈനൽ നമ്മൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മാറ്ററും എല്ലാ സിംഗിൾ പേപ്പർ ഓർ മാറ്റർ ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് മാത്രം എന്ത് ചെയ്താൽ മതി? ഡോക്യുമെൻ്റ് ചെയ്താൽ മതി. ഈ സിഗ്നിഫിക്കൻറ്റ് മാറ്റർ നമുക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? ജഡ്ജിങ് ദ സിഗ്നിഫിക്കൻറ്റ് മാറ്റർ റിക്വയേർഡ്സ് ഒബ്ജക്റ്റീവ് അനാലിസിസ് ഓഫ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ്. അതായത് അൺബയാസ്ഡ് ആയിട്ട് ഫാക്ട്സിനെയും സർക്കംസ്റ്റാൻസസിനെയും എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് മാറ്റർ കിട്ടുക. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എക്സാമ്പിൾ, റിസ്ക് ഉള്ള ഏരിയാസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ TCWG ദോസ് ഹു ചാർജ്ഡ് വിത്ത് ഗവേൺസ് ടോപ്പ് ലെവലിലുള്ള ആളുകളുമായിട്ടുള്ള ഡിസ്കഷൻസ്, പിന്നെ മാറ്റേഴ്സ് റൈസിങ് ടു മോഡിഫിക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സിഗ്നിഫിക്കൻറ്റ് മാറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കുകയും ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലത്തെ ക്വസ്റ്റ്യൻസിന്ന് നമുക്ക് അത്യാവശ്യം പഠിക്കാനും ഉണ്ട്. അപ്പോൾ ഇതാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെത്. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? അങ്ങനെയാണ് തുടങ്ങിയത്. റെക്കോർഡ് ഓഫ് 3 കാര്യങ്ങൾ: ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്, ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ് ആൻഡ് ദി കൺക്ലൂഷൻസ് ദി ഓഡിറ്റർ റീച്ച്ഡ്.
പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഒബ്ജക്റ്റീവ്സ്, 2 കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞത്. സഫിഷ്യൻ്റ് ആൻഡ് appropriate record of the basis of auditor's റിപ്പോർട്ടും പിന്നെ എവിഡൻസ് ദാറ്റ് ദി ഓഡിറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങും അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, നേച്ചർ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. അതിൽ എന്താണ് നേച്ചർ എന്ന് പറയുമ്പോൾ ഇത് 2 കാര്യങ്ങളുടെ എവിഡൻസ് ആണ്. ഒന്നെന്താണ്, എവിഡൻസ് ദാറ്റ് ദി ഓഡിറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങും. പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എവിഡൻസ് ദാറ്റ് ദി ബേസിസ് ഓഫ് എന്താണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഒരു ബേസിസ്. പിന്നെന്താണ് പേർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ഡോക്യുമെൻറ്റേഷൻ, എന്താണ് പ്ലാൻ ചെയ്യാൻ, പെർഫോം ചെയ്യാൻ, ഡയറക്റ്റ് ചെയ്യാൻ, സൂപ്പർവൈസ് ചെയ്യാൻ, പിന്നെ ഫിക്സ് അക്കൗണ്ടബിലിറ്റി, ഫ്യൂച്ചർ റെഫറൻസ്, ക്വാളിറ്റി കൺട്രോൾ റിവ്യൂയുടെ കണ്ടക്റ്റിന്, അതായത് XQC1, പിന്നെ കണ്ടക്ട് ഓഫ് എക്സ്റ്റേണൽ ഇൻസ്പെക്ഷൻ, പിന്നെ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ ഫോം, എക്സ്റ്റെൻഡ്, ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എത്രത്തോളം വലുതാവും ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്നൊക്കെ പല കാര്യങ്ങൾ, പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്, ഐഡൻറ്റിഫൈഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ്, പിന്നെ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് എക്സെപ്ഷൻസ് ഐഡൻറ്റിഫൈഡ്. എക്സെപ്ഷൻസ് എന്താണ്, ഡിഫറൻസുകൾ വന്നത്, നീഡ് ടു ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ ടൂൾസ് ആൻഡ് മെത്തഡോളജീസ് യൂസ്ഡ്. അപ്പം ഇതാണ് ഫാക്ടേഴ്സിൽ നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ഓഡിറ്റ് ഫയൽ എന്താണെന്ന് പഠിച്ചു. ഓഡിറ്റ് ഫയൽ എന്താണ്, 1 or more ഫോൾഡർ ഓർ അതർ സ്റ്റോറേജ് മീഡിയ ആണ്. അപ്പം അത് എന്താണ് ഓഫ് സ്പെസിഫിക് എൻഗേജ്മെൻറ്റിൻ്റെ. അപ്പം ഇതാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. പിന്നെ നമ്മളൊരു കംപ്ലീഷൻ മെമ്മോറാണ്ടം പറഞ്ഞു, അതെന്താണ്, ഓൺലി ഫോർ ലാർജ് ആൻഡ് കോംപ്ലെക്സ് ഓഡിറ്റിന് നമ്മൾ എന്ത് ചെയ്യും, സമ്മറി ആയിട്ട് ഇത് കീപ്പ് ചെയ്യും. അതാണ് കംപ്ലീഷൻ മെമ്മോറാണ്ട. അങ്ങനെ പിന്നെ ഓണർഷിപ്പിൻ്റെ കാര്യം, റിട്ടൻഷന് നോ മോർ ദാൻ 7 years കീപ്പ് ചെയ്യണം. പിന്നെ അത് ആരുടെ പ്രോപ്പർട്ടിയാണ്, ഓഡിറ്ററുടെ പ്രോപ്പർട്ടിയാണ്. ഓഡിറ്ററുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വേറെ ആളുകൾക്ക്, ക്ലയൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഭാഗമൊക്കെ എടുത്തിട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, അസംബ്ലി ടൈംലി ബേസിസിൽ ചെയ്യണം. നോ മോർ ദാൻ 60 days ഉള്ളിൽ എന്ത് ചെയ്യണം, മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ മാത്രമാണ് ഇതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. ഓഡിറ്റ് റിപ്പോർട്ടിന് ശേഷം പുതിയ ഓഡിറ്റ് പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ പുതിയ കൺക്ലൂഷൻസിലോട്ട് എത്തി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ചില ചേഞ്ചസ് മാത്രം വരുത്താൻ പറ്റും. എന്തൊക്കെയാണ്, സൈൻ ഓഫ് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാൻ പറ്റും, ക്രോസ് റെഫർ ചെയ്യാൻ പറ്റും, കൊളീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിലീറ്റ് സൂപ്പർസീഡഡ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഓൾറെഡി ഉള്ള ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ട സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്. അതൊരു ഒബ്ജക്റ്റീവ് അനാലിസിസ് ഓഫ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ആണ്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞത്. വെരി സിമ്പിൾ essay ആണ്, essay 230. നമുക്ക് എന്തായാലും ഇതിലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 100% ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.